ഹായ് ഹലോ, ഇന്ന് ചെറുപയറും ഏത്തയ്ക്കായും ഇട്ടൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി അത്രയും ചെറുപയർ എടുത്തിട്ടുണ്ട്, അതൊന്ന് വേവിച്ച് വെച്ചു. ഇനി ഒരു ഏത്തയ്ക്കായ എടുത്ത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. അതിനുശേഷം അതൊന്ന് കഴുകി ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ചുകൂടി വേവാനുണ്ട്, ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഏത്തയ്ക്ക വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച പയർ ചേർക്കാം. ഒന്നുകൂടി വേവട്ടെ. ഇപ്പോൾ ഏകദേശം ഏത്തയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരയ്ക്കാനായിട്ട് നാളികേരം തിരികിയത്, വെളുത്തുള്ളി, ജീരകം നന്നായി അരച്ച് വെക്കുക. വെന്ത ഏത്തയ്ക്കയിലേക്ക് ഇനിയും പയർ ചേർത്ത് കൊടുക്കാം. പയറിട്ട് അത് രണ്ടും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഏത്തയ്ക്കായ വെച്ചപ്പോൾ മുളക് പൊടി ചേർത്തതാണ്, അതുകൊണ്ട് പിന്നെ മുളക് ചേർക്കുന്നില്ല. കൂടുതൽ എരിവ് വേണ്ടവർക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ 1 മുളകും കൂടി അരയ്ക്കാം. അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനിയും അരപ്പ് ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കാം. ആവശ്യത്തിന് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. ഇനി എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്നുകൂടി നന്നായി വേവിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. ഒന്നുകൂടി തിളപ്പിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് വറുത്തിടാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിന് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കടുക് പൊട്ടിക്കേണ്ടത്, എന്നാലേ ഉള്ളൂ ടേസ്റ്റ്. കടുക് പൊട്ടിക്കാം. കറിവേപ്പിലയും മുളകും കൂടി ഇട്ട് പൊട്ടിച്ചതിലേക്ക് ചേർക്കാം. അങ്ങനെ ചെറുപയർ കായ കൂട്ടുകറി റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യുന്നതിനും വീഡിയോ കാണുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.